എലത്തൂരിൽ ലഹരിക്കടിമയായ പിടികിട്ടാപ്പുള്ളിയായ മകനെ അമ്മ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചെങ്കിലും ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു അമ്മ തന്നെ മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന മകനെയാണ് അമ്മ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നേ കണ്ടതാണ് അഫാൻ്റെ കേസിൽ. അഫാൻ്റെ ഉമ്മയായ ഷെമി അഫാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഉപദ്രവം നേരിട്ടിട്ട്, അതായത് 5 പേരെ കൊന്നു, അമ്മയ്ക്ക് തലയ്ക്ക് 2-3 പ്രാവശ്യം മർദ്ദനമേറ്റ് ബോധരഹിതയായി കിടന്ന് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഉമ്മയാണ് അഫാൻ്റെ കേസിൽ. ആ ഉമ്മ ആ മകനെ വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു നല്ല പ്രവൃത്തിയാണ് അതായത് മക്കൾ തെറ്റ് ചെയ്താലും തിരുത്തണം എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഈ അമ്മ ഇതിലൂടെ നൽകുന്നത്. നമുക്കറിയാം, എല്ലാ അമ്മമാരും മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എന്തൊക്കെ തെറ്റ് ചെയ്താലും അവർക്കൊരു ദോഷം വരാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നവർ അമ്മമാരെല്ലാം. പക്ഷേ ഈ അമ്മ എത്രമാത്രം സഹി കെട്ടിട്ടായിരിക്കാം ഇപ്പോൾ പോലീസിനെ വിളിച്ച് ലഹരിക്ക് അടിമയായ മകനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് ഓർത്തു നോക്കണം. ഈ മകൻ എന്ന് പറയുന്ന ആൾ അത്ര ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. പല പ്രാവശ്യം ഈ അമ്മേനെ മർദ്ദിച്ചിട്ടുണ്ട്. അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ വീട്ടുകാർക്കെതിരെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കേസിൽ പ്രതിയൊക്കെയാണ് ഈ പുള്ളി. എന്നിട്ട് ലാസ്റ്റ് സഹി കെട്ട് കൊല്ലുമെന്നുള്ളൊരു ഭീഷണി വന്നപ്പോഴാണ് ഈ അമ്മ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് പേടിച്ചിട്ടായിരിക്കണം ഈ അമ്മ രംഗത്ത് വന്നിരിക്കുന്നതും പോലീസിൽ അറിയിച്ചതും അങ്ങനെ മകനെ അറസ്റ്റ് ചെയ്യുന്നതല്ല. അടിക്കാൻ മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് അടിച്ചിട്ടില്ല, അടിക്കാൻ വന്നിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് പേടിയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി കറക്റ്റായിട്ട് പറഞ്ഞ് 4 കൊല്ലുന്നു. 4 ഉദ്ദേശിച്ചത് അടുത്ത മാസം എൻ്റെ മോള് വരും ഗൾഫിൽ നിന്ന്, ഓളും കൂടി വന്നിട്ട് അച്ഛനെ ഇനി കുട്ടീനെ ഓളയും കൂടി 4 കൊന്നിട്ട് ജയിലിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ അത്രയും ഉറപ്പിച്ചു, അവൻ്റെ ആ വാക്കിലുള്ള ഉറപ്പാണ് എന്നെ പേടിപ്പിച്ചത്. അപ്പോൾ ആ ഒരു പേടി, ഇനി ഞാൻ അവനോടുള്ള വിവരം മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ വലുത് എന്തെങ്കിലും വീട്ടിൽ സംഭവിക്കും, അനർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്ന പേടിയോടാണ് ഞാൻ തന്നെ പോലീസിനെ വിളിച്ചത്. ഇതിന് മുമ്പ് തന്നെ എലത്തൂർ പോലീസൊക്കെ വന്നിട്ട് 3 പ്രാവശ്യം വന്നിട്ട് 3 ആൾ SI-മാരെ നമ്പർ, അത് പോലീസിന്റെ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി വന്നാലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ അവരെ വിളിച്ചറിയും. ഇവൻ ഒരുപാട് കേസിൽ പ്രതിയാണ് കേട്ടോ. ഇപ്പം അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ കൊല്ലുമെന്നുള്ളൊരു ഭീഷണി വന്നപ്പോഴാണ് ഈ അമ്മ അത് അറിയിക്കാൻ തുടങ്ങിയത്. കാരണം ഈ പുള്ളി എന്ന് പറയുന്ന ആൾ 13 വയസ്സ് മുതൽ ലഹരി ഉപയോഗിക്കുന്നതാണ്. വീട്ടുകാർ അറിയുന്നത് 18 വയസ്സ് കണ്ടായപ്പോഴാണ്. അതുവരെ വീട്ടുകാർ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 13 വയസ്സ് മുതൽ ലഹരിക്ക് അടിമയാണ്. 8ാം ക്ലാസ് മുതൽ സിഗരറ്റ് യൂസ് ചെയ്യുന്ന ആളാണ്. എന്നിട്ടും ഈ മക്കളെ അമ്മമാർ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല. അങ്ങനെ കൊണ്ടുപോയി. ഒരുപാട് കേസിൽ പ്രതിയാണ്. ലാസ്റ്റ് ഇവരെ മർദ്ദിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. എന്നിട്ടും അവർ ക്ഷമിച്ചു. കൊല്ലുമെന്നൊരു ഭീഷണി വന്നപ്പോൾ അവൻ പറയുന്നതിൽ ആ ഒരു തർപ്പിച്ചുള്ളൊരു പറച്ചിൽ കേട്ടപ്പോഴാണ് അമ്മ ഭയന്ന് പോയി അത് പോലീസിൽ അറിയിച്ചത്. ഇതിന് മുന്നേ പല പ്രാവശ്യം അറിയിക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഇവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുമായിരുന്നു. അത് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, നിങ്ങളാണ് ഇതിന് പിന്നിൽ നിന്ന് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആ അമ്മേനെയും വീട്ടുകാരെയൊക്കെ അവർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദേശിച്ചിട്ടും ഒക്കെ മാറ്റാൻ നോക്കി. അപ്പോൾ മാറ്റിയെന്ന് ഞങ്ങളെ വിശ്വസിപ്പിച്ചു. ഒരുപാട് ട്രൈ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റാണ്, അതായത് മാറ്റിയെന്നും പറഞ്ഞ് അമ്മേനെയൊക്കെ വിശ്വസിച്ചു ഞാൻ. ലഹരി ഇവർ ഡി അഡിക്ഷനിലൊക്കെ കൊണ്ട് ആക്കിയതൊക്കെയാണ്. കുറേ നാൾ ജയിലിൽ കിടന്നതാണ്, ഡി അഡിക്ഷനിൽ പോയതാണ്. എന്നിട്ടും മാറ്റിയെന്നും പറഞ്ഞ് ഈ അച്ഛനും അമ്മേനെയൊക്കെ വിശ്വസിച്ചു കുറച്ച് നാൾ നടന്നു. വീണ്ടും ഇത് തുടങ്ങി. അപ്പം ഗതി കെട്ടിട്ടാണ് ഈ അമ്മ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. വാറണ്ടായിട്ടുണ്ട്. 6 കേസ് അവൻ്റെ പേരിലുണ്ട്, 6-7 കേസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കാപ്പൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് പോലീസുകാർ ഗൈസ്, ഇവൻ്റെ പേരിൽ ഇല്ലാത്ത കേസുകളില്ല കേട്ടോ. വണ്ടി കേസ് മുതൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിൻ്റെ കേസുണ്ട്, പോസ്കോ കേസുണ്ട്, മോഷണ കേസുണ്ട്, തല്ലുപിടി കേസുണ്ട്, ലഹരി കേസുണ്ട്, മയക്കുമരുന്നിൻ്റെ കേസ്, എല്ലാ സംഭവമുള്ള ഒരു നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ പുള്ളി. ആ അമ്മയുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. എന്തൊക്കെ അവസ്ഥയിലൂടെ പോയിട്ടായിരിക്കാം ആ അമ്മ ഇപ്പം ഇങ്ങനെ ഒരു രംഗത്തോട്ട് പബ്ലിക്കായിട്ട് തന്നെ തൻ്റെ മോൻ്റെ ചെയ്തികൾ പുറത്ത് കൊണ്ടുവന്നിട്ട് അമ്മ പുറത്തോട്ട് വരാൻ വേണ്ടി എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇവൻ കേസിൽ ജയിലിൽ കിടന്ന് 200-something ദിവസം ജയിലിൽ കിടന്ന, അത് കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങി നന്നായി എന്നൊക്കെ പറഞ്ഞ് 1 മാസം തികഞ്ഞില്ല. അതിന് മുന്നേ അവൻ വീണ്ടും വീട് വിട്ടുപോകും, മദ്യപാനം, അങ്ങനെ കുറേ കാര്യങ്ങൾ തുടങ്ങി. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ കല്യാണം കൂടെ കഴിച്ചതാണ്. ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് വരെ പെണ്ണ് കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. ഒന്ന് ആലോചിച്ചാൽ, ആ കുട്ടി കല്യാണം കഴിച്ച് സ്നേഹിച്ച് കെട്ടിയത് എന്തുവാണ്, സ്നേഹിച്ച് കെട്ടി. ഈ അമ്മ തന്നെ പറയുന്നുണ്ട് 1.5 മാസം 2 മാസം എങ്ങാണ്ടേ വീട്ടിൽ നിന്നുള്ളൂ. അപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ജീവനും കണ്ട് കെട്ടും പാണ്ടൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ പോയെന്നാണ് കേട്ടത്. അതിനുശേഷം അവൻ അവിടെ ചെന്നും കുറേ പ്രശ്നങ്ങൾ, അടിയതല്ല്, അതിൻ്റെ അടുത്തുള്ള വീടുകളിൽ അങ്ങനെ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങളുണ്ടായിട്ട് അതിൻ്റെ കേസുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പം ജീവിക്കാനോ അല്ലെങ്കിൽ നന്നാവാനോ ഒരുപാട് ഓപ്ഷനും ഒരുപാട് അവസരങ്ങളും കിട്ടിയിട്ടും വീണ്ടും ആ മോശമായ അവസ്ഥ അല്ലെങ്കിൽ മോശമായ ആ ഒരു ചെയ്തികൾ തന്നെ പിന്തുടർന്ന് ലഹരിക്ക് അടിമപ്പെട്ട് തന്നെ ജീവിതം നശിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കാതെ വീണ്ടും അതിൽ തന്നെ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവനൊന്നും ഒരിക്കലും ഇനി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എനിക്ക് തോന്നുന്നില്ല, മീൻസ് ഇത്രയൊക്കെ അവസരം കിട്ടിയിട്ടും ഇവൻ നന്നാവാത്ത ഇവൻ ഇനിയാണോ നന്നാവാൻ പോകുന്നത്? അപ്പോൾ ഇനി അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാത്ത അവസ്ഥ എന്തായിരിക്കും? ഇപ്പം തന്നെ അമ്മേനെയും ഇപ്പം പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം ഈ അമ്മോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ആത്മഹത്യാ ഭീഷണി നാടകം കുറേയൊക്കെ ഉണ്ടായി. ലാസ്റ്റ് പോലീസുകാർ ഒരു വിധത്തിൽ ന്യൂസ് ചാനലിലേക്ക് വിളിച്ച് വരുത്തി അനുരയത്തിലാക്കിയിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്ത് സ്കൂൾ ബാഗൊക്കെ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ ടൂറൊക്കെ പോകില്ലേ, അതുപോലെ ബാഗൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ഇടിച്ച് കുട്ടപ്പനായിട്ട് ഒരു രീതിയിൽ കൊണ്ടുപോയത്. എങ്ങനെയൊക്കെയാണേലും ഇനി അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് ഓർത്തിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇവൻ ഇനി നന്നാവും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല, ഈ അമ്മയ്ക്കും വീട്ടുകാർക്കും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡി അഡിക്ഷനിലൊക്കെ കൊണ്ടുപോയിട്ടും അവിടെ നിന്ന് ചാടിപ്പോന്ന് ഇത്ര കേസുകളിൽ പെട്ട് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഈ അമ്മേനെ അല്ലെങ്കിൽ വീട്ടുകാരെ അവനെ ഉപദ്രവിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. അപ്പം എന്താണേലും ഇങ്ങനെ ഒരു കാര്യം ഈ അമ്മ നമ്മുടെ നാടിന് ചെയ്ത ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മക്കൾ വഴിയേറ്റിപ്പോയാൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കും. നമ്മൾ തിരുത്താൻ ശ്രമിച്ചിട്ടും നന്നാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നിയമത്തിന് അവർ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും ഒരിക്കലും ചെയ്ത തെറ്റ് എത്ര ചെറുതാണോ വലുതാണോ ഒരിക്കലും നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ തിരുത്താൻ ശ്രമിച്ചിട്ടും നന്നാവുന്നില്ലെങ്കിൽ തീർച്ചയായും നിയമത്തിന് മുന്നിലോട്ട് അവർക്ക് തക്കതായ ശിക്ഷകളും അവരുടെ ഡി അഡിക്ഷൻ അവർക്ക് വേണ്ട അടുത്ത നടപടിയിലേക്ക് നമ്മൾ പോകണം. അല്ലാതെ അവർ നന്നാവും എന്നൊരു പ്രതീക്ഷയും വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ അവർ ചെയ്യുന്നതിനെ ന്യായീകരിച്ചിരിക്കുകയല്ല വേണ്ടത്. അപ്പം ഈ അമ്മ ചെയ്തത് ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം ഒരുപാട് വലിയ ആപത്തിൽ നിന്നാണ് ഈ അമ്മയും കുടുംബവും നാടും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അമ്മ ചെയ്തത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പം എല്ലാ അമ്മമാരോടും എല്ലാ മാതാപിതാക്കളോടും എല്ലാ ആൾക്കാരോടുമാണ്, ഈ ലഹരിക്ക് അടിമപ്പെട്ട് നശിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അവരെ നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും ന്യായീകരിക്കുകയല്ല വേണ്ടത്. അവരെ അവരുടെ തെറ്റ് മനസ്സിലാക്കി അവരെ തക്കതായ ഡി അഡിക്ഷനിൽ എവിടെയാണെന്ന് വെച്ചാൽ ചികിത്സ കൊടുത്തിട്ടാണെങ്കിലും അവർ ചെയ്ത തെറ്റിന് വേണ്ട ശിക്ഷയും കൊടുത്ത് തന്നെ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. ചിലരൊന്നും നന്നാവില്ല, നന്നാവുന്നവർ നന്നാവട്ടെ, ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവരെങ്കിലും രക്ഷപ്പെടട്ടെ, അല്ലേ? എന്താ നിങ്ങൾക്ക് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.